നമസ്തേ. ജയകുമാർ പരമേശ്വരൻ. ഇന്ന് പറയുന്നത് ജ്യോതിഷ വിശ്വാസികളായ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോ അവസ്ഥയിലും ഓരോ ഗ്രഹങ്ങളും അനുകൂലത്തിലും പ്രതികൂലത്തിലും ഒക്കെ ആകാറുണ്ട്. എല്ലാ കാലത്തും ഒരുപോലെ ഗ്രഹങ്ങൾ അനുകൂലത്തിലാകണമെന്നില്ല. പല ഗ്രഹങ്ങളും നമുക്ക് ഒരേ സമയം പ്രതികൂല അവസ്ഥയിലാവും. അത് ദശാകാലങ്ങളിലോ അന്തർദശാകാലങ്ങളിലോ ഒക്കെ പ്രതികൂല അവസ്ഥകൾ ഗ്രഹം നമുക്കുണ്ടാക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ജപിക്കാവുന്ന അല്ലെങ്കിൽ ഭജിക്കാവുന്ന ദേവതകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ആദിത്യ ദശാകാലമാണ് നമുക്ക് പ്രതികൂല അവസ്ഥയിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആദിത്യ ഗ്രഹദോഷം സംഭവിക്കുന്ന സമയത്ത് ആ കാലയളവിൽ നമുക്ക് ഭജിക്കാവുന്ന ദേവനെന്ന് പറയുന്നത് മഹാദേവനാണ്. മഹാദേവനെ ഭജിച്ചാൽ ആദിത്യ ഗ്രഹദോഷങ്ങൾക്ക് ശമനം ഉണ്ടാവും. അതുപോലെ തന്നെ ചന്ദ്രദശാകാലം അത് നമുക്ക് പ്രതികൂലമാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഭജിക്കാവുന്ന ദേവനെന്ന് പറയുന്നത് ദുർഗാദേവിയാണ്. ദുർഗാദേവിയെ ഭജിക്കുമ്പോൾ ചന്ദ്രദശാകാലത്തുണ്ടാകുന്ന സർവ്വദോഷങ്ങൾക്കും ശമനം ഉണ്ടാവും. ചൊവ്വ ഗ്രഹത്തിൻ്റെ ദോഷ കാലഘട്ടത്തിൽ ചൊവ്വാഗ്രഹം നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഭദ്രകാളി ഭഗവതിയെ ഭജിക്കാവുന്നതാണ്. ഭദ്രകാളി സേവ കൊണ്ട് അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നുകൊണ്ട്, പൂജിക്കുന്നുകൊണ്ട്, ആരാധിക്കുന്നുണ്ട് ചൊവ്വാഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന സർവ്വദോഷങ്ങൾക്കും ശമനമുണ്ടാകും. ബുധഗ്രഹ ശാന്തിക്കാണെങ്കിൽ, ബുധഗ്രഹങ്ങളാണ് നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബുധഗ്രഹങ്ങൾ പിഴച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ശ്രീകൃഷ്ണ ഭജനമാണ് വളരെ ഉത്തമമായിട്ടുള്ളത്. വ്യാഴഗ്രഹം നമുക്ക് ദോഷാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ, വ്യാഴഗ്രഹത്തിൻ്റെ എനർജി നമുക്ക് കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ വിഷ്ണു ഭജനം ചെയ്താൽ അത് പരിഹരിക്കപ്പെടും. വ്യാഴഗ്രഹത്തിൻ്റെ ദോഷഫലങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഭജിക്കേണ്ട ദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. ശുക്രഗ്രഹത്തിൻ്റെ ആ എനർജിയുടെ അപര്യാപ്തത അല്ലെങ്കിൽ ശുക്രഗ്രഹത്തിൻ്റെ ദോഷം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ദോഷനിവൃത്തിക്ക് വേണ്ടി ഭജിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ദേവത എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ഭജനം കൊണ്ട് ശുക്രഗ്രഹ ശാന്തി ഉണ്ടാകുന്നതാണ്. ശനിഗ്രഹ ദോഷമുള്ള സമയത്ത് നമുക്ക് അതിനെ അതിജീവിക്കാൻ നമുക്ക് ഭജിക്കാവുന്ന ദേവത എന്ന് പറഞ്ഞ് ശാസ്താവാണ്. രാഹുർഗ്രഹ ശാന്തിക്ക് അല്ലെങ്കിൽ രാഹുർ ഗ്രഹ ദോഷ നിവർത്തിക്ക് വേണ്ടി സർപ്പഭജനമാണ് വളരെ ഉത്തമമായിട്ടുള്ളത്. കേതു ഗ്രഹത്തിൻ്റെ ദോഷമുണ്ടാകുന്ന കാലഘട്ടത്തിൽ, അതായത് കേതു ഗ്രഹം പിഴയ്ക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ ശാന്തിക്ക് വേണ്ടി നമുക്ക് ചാമുണ്ഡി ഭജനം നടത്താം. ചാമുണ്ഡി ഭജനം നടത്തിയാൽ കേതുഗ്രഹ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞ് സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഈ നവഗ്രഹങ്ങളും പിഴച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എതിരായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭജിക്കേണ്ട ദേവതകളെ പറ്റിയാണ് ഇതിൽ പറഞ്ഞത്. ഒത്തിരിയധികം ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട്, അറിയാവുന്നതാണ്. അറിയാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്തേ.